ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമല സ്ട്രോങ് റൂം തുറന്ന് പരിശോധന തുടങ്ങി. വഴിപാടായി ലഭിച്ച സ്വർണം, വെള്ളി ആഭരണങ്ങളും ദേവസ്വം മഹസ്തറും വിശദമായി പരിശോധിക്കും. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിക്ക് പുറമെ ദേവസ്വം വിജിലൻസ് പ്രതിനിധിയും തിരുവാഭരണ കമ്മീഷണറും ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും പരിശോധനാ നടപടികളുടെ ഭാഗമാകുന്നുണ്ട്. നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഈ അമിക്കസ് ക്യൂറി സന്നിധാനത്ത് മാത്രമാണോ പരിശോധന നടത്തുന്നത്? സന്നിധാനത്തെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുളയിൽ ഉള്ള സ്ട്രോങ് റൂം, അപ്പോൾ അവിടെയും പരിശോധനയ്ക്കായി പോകാൻ സാധ്യതയുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ. ഇന്ന് 11 മണിയോട് കൂടിയാണ് സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനകൾ ആരംഭിച്ചത്. ജസ്റ്റിസ് കെ ടി ശങ്കരനോടൊപ്പം തിരുവാഭരണ കമ്മീഷണറും അതോടൊപ്പം ദേവസ്വം വിജിലൻസിന്റെ ഒരു പ്രതിനിധി കൂടി ഈ പരിശോധനയിൽ സാന്നിധ്യമുണ്ട്. അവരുടെ കൂടി സാന്നിധ്യമുണ്ട്. കാരണം ദേവസ്വം വിജിലൻസിന്റെ പ്രതിനിധി ഇതിലേക്ക് അയച്ചിരിക്കുന്നത് ഈ കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ നിരവധി അവ്യക്തതകൾ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടെയുണ്ട്. അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ വേണ്ടിയാണ് ദേവസ്വം വിജിലൻസ് സംഘത്തെ കൂടി അയച്ചിരിക്കുന്നത്. ഏറ്റവും ഈ കഴിഞ്ഞ അയ്യപ്പ സംഗമം നടന്ന ദിവസം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്തേക്ക് എത്തിച്ച പുതിയ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ ഈ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ സ്വർണം, വെള്ളി ആഭരണങ്ങളും അതോടൊപ്പം വിവിധ വിലപിടിപ്പുള്ള വസ്തുക്കളും വഴിപാടുകളായി 2017 ശേഷം ഈ ശബരിമലയിലേക്ക് ലഭിച്ചിരുന്നു. ഇതൊക്കെ ദേവസ്വം മഹസ്തറിൽ രേഖപ്പെടുത്തിയിരുന്നോ എന്നുള്ള കാര്യം കൂടി വ്യക്തമായി ഈ സംഘം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള വഴിപാടുകൾ ദേവസ്വം രജിസ്റ്റർ നമ്പർ 4 രേഖപ്പെടുത്തണം എന്ന കാര്യം കൂടി ദേവസ്വം മാനുവലിൽ പരാമർശിക്കുന്നുണ്ട്. ഈ കാര്യം കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ദേവസ്വം മഹസ്തറിലുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ സ്വത്തുക്കളും ഇപ്പോഴും സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി ഈ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തും. അതിനുശേഷം ഇന്നും നാളെയുമായി പരിശോധനകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച ദിവസം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയാകും സംഘം മടങ്ങുക. ശരി, നന്ദുഷാണ് വിവരങ്ങൾ.